പ്രൈസ് ദ ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള 35 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന വിധം വീഡിയോയുടെ അവസാനം വിശദമാക്കുന്നുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. എത്രാം ദിവസമാണ് ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത്? എ 2-ാം ദിവസം, ബി 3-ാം ദിവസം, സി 4-ാം ദിവസം, ഡി 7-ാം ദിവസം. ഉത്തരം ബി 3-ാം ദിവസം. ചോദ്യം 2. 3-ാം ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം എന്ത്? എ യഹൂദരുടെ വിവാഹക്രമത്തിൽ ഉപയോഗിക്കുന്ന പദം, ബി ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം 3-ാമത്തെ ദിവസം, സി നഥാനയേൽ യേശുവിനെ കണ്ടുമുട്ടിയതിൻ്റെ 3-ാം ദിവസം, ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഉത്തരം ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ചോദ്യം 3. കാനായിലെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തു പറയുന്നു. ആരാണ് ആ വ്യക്തി? എ ശിമയോൻ, ബി യേശുവിൻ്റെ അമ്മ, സി നഥാനയേൽ, ഡി യോഹന്നാൻ. ഉത്തരം ബി യേശുവിൻ്റെ അമ്മ. ചോദ്യം 4. യോഹന്നാൻ 2:2 പ്രകാരം കാനായിലെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെ? എ ഫരിസേയരും നിയമജ്ഞരും, ബി പുരോഹിതരും ജനപ്രമാണികളും, സി യേശുവും ശിഷ്യന്മാരും, ഡി അയൽക്കാരും ബന്ധുക്കളും. ഉത്തരം സി യേശുവും ശിഷ്യന്മാരും. ചോദ്യം 5. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത്? എ അവർക്ക് വീഞ്ഞില്ല, ബി അവരുടെ വീഞ്ഞ് തീർന്നുപോയി, സി അവർക്ക് വീഞ്ഞ് ഉണ്ടാക്കി നൽകണം, ഡി വീഞ്ഞിന് ഇനി എവിടെ പോകും. ഉത്തരം എ അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 6 പൂരിപ്പിക്കുക. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ ഡാഷ് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എ അതിന് നമുക്കെന്ത്, ബി അത് അവരുടെ കാര്യം, സി നമുക്കെന്ത് ചെയ്യാൻ കഴിയും, ഡി എനിക്കും നിനക്കും എന്ത്. ഉത്തരം ഡി എനിക്കും നിനക്കും എന്ത്. ചോദ്യം 7 ആര് ആരോട് പറഞ്ഞു? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എ യേശുവിൻ്റെ അമ്മ മണവാളനോട്, ബി യേശുവിൻ്റെ അമ്മ പരിചാരകരോട്, സി യേശുവിൻ്റെ അമ്മ കലവറക്കാരനോട്, ഡി യേശുവിൻ്റെ അമ്മ ശിഷ്യരോട്. ഉത്തരം ബി യേശുവിൻ്റെ അമ്മ പരിചാരകരോട്. ചോദ്യം 8 കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? എ 8, ബി 12, സി 6, ഡി 7. ഉത്തരം സി 6. ചോദ്യം 9 കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളവയായിരുന്നു? എ വീട്ടാവശ്യത്തിന് വെള്ളം നിറയ്ക്കാൻ, ബി യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ, സി മഴവെള്ളം ശേഖരിക്കാൻ, ഡി കൃഷി ആവശ്യത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. ഉത്തരം ബി യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. ചോദ്യം 10 കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികളിൽ ഓരോന്നിലും എന്തുമാത്രം വെള്ളം കൊള്ളുമായിരുന്നു? എ 2-3 ലിറ്റർ, ബി 1-2 അളവ്, സി 2-3 അളവ്, ഡി 3-4 അളവ്. ഉത്തരം സി 2-3 അളവ്. ചോദ്യം 11 ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചപ്പോൾ പരിചാരകർ എന്തുമാത്രം നിറച്ചു? എ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ബി പകുതിയോളം, സി വക്കോളം നിറച്ചു, ഡി 3/4 ഭാഗത്തോളം. ഉത്തരം സി വക്കോളം നിറച്ചു. ചോദ്യം 12 വീഞ്ഞായി മാറിയ വെള്ളം ആരുടെ അടുത്ത് കൊണ്ടുചെല്ലുവാനാണ് യേശു കൽപ്പിച്ചത്? എ കലവറക്കാരൻ്റെ, ബി വിരുന്നുകാരുടെ അടുത്തേക്ക്, സി അമ്മയുടെ അടുത്തേക്ക്, ഡി ശിഷ്യന്മാരുടെ അടുത്തേക്ക്. ഉത്തരം
എ കലവറക്കാരൻ്റെ അടുത്തേക്ക്. ചോദ്യം 13. വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല. എന്നാൽ അതറിയാവുന്നവർ ആരായിരുന്നു? എ ശിഷ്യന്മാർ, ബി മണവാളൻ, സി സഹോദരന്മാർ, ഡി വെള്ളം കോരിയ പരിചാരകർ. ഉത്തരം ഡി വെള്ളം കോരിയ പരിചാരകർ. ചോദ്യം 14. ആര് ആരോട് പറഞ്ഞു? എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എ മണവാളൻ കലവറക്കാരനോട്, ബി കലവറക്കാരൻ പരിചാരകരോട്, സി കലവറക്കാരൻ മണവാളനോട്, ഡി കലവറക്കാരൻ ശിഷ്യന്മാരോട്. ഉത്തരം സി കലവറക്കാരൻ മണവാളനോട്. ചോദ്യം 15 പൂരിപ്പിക്കുക. യേശു തൻ്റെ ഡാഷ് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ഡാഷ് ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. എ മഹത്വം അടയാളങ്ങളുടെ, ബി ദൗത്യം അത്ഭുതങ്ങളുടെ, സി മഹത്വം അത്ഭുതങ്ങളുടെ, ഡി ദൈവത്വം അടയാളങ്ങളുടെ. ഉത്തരം എ മഹത്വം അടയാളങ്ങളുടെ. ചോദ്യം 16. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? എ ജെറുസലേമിലേക്ക്, ബി കഫർനാമിലേക്ക്, സി നസറത്തിലേക്ക്, ഡി യൂദയായിലേക്ക്. ഉത്തരം ബി കഫർനാമിലേക്ക്. ചോദ്യം 17. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം കഫർനാമിലേക്ക് പോയ യേശുവിനെ അനുധാവനം ചെയ്തവർ ആരെല്ലാം? എ അമ്മ സഹോദരിമാർ ശിഷ്യന്മാർ, ബി അമ്മ ജനങ്ങൾ ശിഷ്യന്മാർ, സി അമ്മ സഹോദരർ ഫരിസേയർ, ഡി അമ്മ സഹോദരർ ശിഷ്യന്മാർ. ഉത്തരം ഡി അമ്മ സഹോദരർ ശിഷ്യർ. ചോദ്യം 18. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? എ ആദ്യ ശിഷ്യന്മാർ, ബി പീലിപ്പോസും നഥാനയേലും, സി കാനായിലെ വിവാഹ വിരുന്ന്, ഡി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഉത്തരം ഡി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ചോദ്യം 19. യോഹന്നാൻ 2:13 പ്രകാരം യേശു ജെറുസലേമിലേക്ക് പോകാൻ കാരണമെന്ത്? എ നേർച്ച നിറവേറ്റാൻ വേണ്ടി, ബി ദേവാലയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, സി യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ, ഡി കൂടാര തിരുനാളിൽ പങ്കെടുക്കാൻ. ഉത്തരം സി യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. ചോദ്യം 20. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെ കൂടാതെ മറ്റാരെയാണ് യേശു ദേവാലയത്തിൽ കണ്ടത്? എ നാണയം മാറ്റാനിരിക്കുന്നവരെ, ബി പുരോഹിത പ്രമുഖന്മാരെ, സി ദേവാലയ ശുശ്രൂഷകരെ, ഡി സദുക്കായരെ. ഉത്തരം എ നാണയം മാറ്റാനിരിക്കുന്നവരെ. ചോദ്യം 21. യേശു കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി ജെറുസലേം ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയ മൃഗങ്ങൾ ഏതെല്ലാം? എ ആടുകളും പശുക്കിടാങ്ങളും, ബി ആടുകളും കഴുതകളും, സി ആടുകളും കാളകളും, ഡി കുതിരകളും കാളകളും. ഉത്തരം സി ആടുകളും കാളകളും. ചോദ്യം 22. ജെറുസലേം ദേവാലയത്തിലെ നാണയമാറ്റക്കാരോട് യേശു എപ്രകാരമാണ് പ്രതികരിച്ചത്? എ അവരുടെ മേശകൾ ചിതറിക്കുകയും നാണയങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തു, ബി ഇവയെല്ലാം ഇവിടെ നിന്നും എടുത്തു മാറ്റുവിൻ, സി അവരുടെ പ്രവൃത്തികളെ പ്രശംസിച്ചു, ഡി അവരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. ഉത്തരം ഡി അവരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. ചോദ്യം 23. പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത്? എ പ്രാർത്ഥിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുവിൻ, ബി ന്യായവിലയ്ക്ക് പ്രാവുകളെ വിൽക്കുവിൻ, സി ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ, ഡി ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കുവിൻ. ഉത്തരം സി ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. ചോദ്യം 24.
എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ എന്താക്കി മാറ്റരുതെന്നാണ് യേശു കൽപ്പിച്ചത്? എ. ശാപത്തിൻ്റെ ആലയം, ബി. കച്ചവട സ്ഥലമാക്കരുത്, സി. അശുദ്ധിയുടെ ആലയം, ഡി. പാപികളുടെ സങ്കേതം. ഉത്തരം ബി. കച്ചവട സ്ഥലമാക്കരുത്. ചോദ്യം 25. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന വാക്യം പഴയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ. സങ്കീർത്തനം 69:9, ബി. സങ്കീർത്തനം 59:9, സി. സങ്കീർത്തനം 69:19, ഡി. സങ്കീർത്തനം 79:9. ഉത്തരം എ. സങ്കീർത്തനം 69:9. ചോദ്യം 26. ആര് ആരോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എ. ഫരിസേയർ യേശുവിനോട്, ബി. നിയമജ്ഞർ യേശുവിനോട്, സി. പുരോഹിത പ്രമുഖന്മാർ യേശുവിനോട്, ഡി. യഹൂദർ യേശുവിനോട്. ഉത്തരം ഡി. യഹൂദർ യേശുവിനോട്. ചോദ്യം 27. പൂരിപ്പിക്കുക. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഡാഷ് ഞാൻ അത് പുനരുദ്ധരിക്കും. എ. ഇന്ന് തന്നെ, ബി. 3 ദിവസത്തിനകം, സി. 3 മാസത്തിനകം, ഡി. 3 ആഴ്ചയ്ക്കുള്ളിൽ. ഉത്തരം ബി. 3 ദിവസത്തിനകം. ചോദ്യം 28. ജെറുസലേം ദേവാലയം പണിയുവാൻ എത്ര സമയമെടുത്തു എന്നാണ് യോഹന്നാൻ 2:20 പറയുന്നത്? എ. 46 സംവത്സരമെടുത്തു, ബി. 56 സംവത്സരമെടുത്തു, സി. 66 സംവത്സരമെടുത്തു, ഡി. 26 സംവത്സരമെടുത്തു. ഉത്തരം എ. 46 സംവത്സരമെടുത്തു. ചോദ്യം 29. ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കാൻ തനിക്ക് വെറും 3 ദിവസം മതി എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്ന ദേവാലയം ഏതാണ്? എ. സെറുബാബേലിൻ്റെ ദേവാലയം, ബി. തൻ്റെ ശരീരമാകുന്ന ആലയം, സി. അഷേരാ ദേവതയുടെ ആലയം, ഡി. തൻ്റെ ആത്മാവാകുന്ന ദേവാലയം. ഉത്തരം ബി. തൻ്റെ ശരീരമാകുന്ന ആലയം. ചോദ്യം 30. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം എന്തിലൊക്കെയാണ് ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടായത്? എ. പ്രാർത്ഥനയിലും ആചാരങ്ങളിലും, ബി. പാരമ്പര്യങ്ങളിലും യഹൂദമത ചിന്തകളിലും, സി. പുനരുത്ഥാനത്തിലും നിത്യജീവിതത്തിലും, ഡി. വിശുദ്ധ ലിഖിതത്തിലും യേശു പ്രസ്താവിച്ച വചനത്തിലും. ഉത്തരം ഡി. വിശുദ്ധ ലിഖിതത്തിലും യേശു പ്രസ്താവിച്ച വചനത്തിലും. ചോദ്യം 31. പെസഹ തിരുനാളിന് ജെറൂസലേമിലായിരിക്കുമ്പോൾ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ജനങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണ്? എ. വളരെ പേർ മാനസാന്തരപ്പെട്ടു, ബി. വളരെ പേർ യഹൂദമതം ഉപേക്ഷിച്ചു, സി. വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു, ഡി. വളരെ പേർ ശിഷ്യന്മാരെ വിശ്വസിച്ചു. ഉത്തരം സി. വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ചോദ്യം 32. മനുഷ്യനെപ്പറ്റി യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് എന്താണ്? എ. മനുഷ്യനിലുള്ളത് എന്താണെന്ന്, ബി. മനുഷ്യ ശരീരത്തെക്കുറിച്ച്, സി. മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച്, ഡി. മനുഷ്യൻ്റെ വേദനകളെക്കുറിച്ച്. ഉത്തരം എ. മനുഷ്യനിലുള്ളത് എന്താണെന്ന്. ചോദ്യം 33. അധ്യായവും വാക്യവും ഏത്? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. എ. യോഹന്നാൻ 2:19, ബി. യോഹന്നാൻ 2:17, സി. യോഹന്നാൻ 2:22, ഡി. യോഹന്നാൻ 2:10. ഉത്തരം എ. യോഹന്നാൻ 2:19. ചോദ്യം 34. അധ്യായവും വാക്യവും ഏത്? യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. എ. യോഹന്നാൻ 2:22, ബി. യോഹന്നാൻ 2:8, സി. യോഹന്നാൻ 2:14, ഡി. യോഹന്നാൻ 2:24. ഉത്തരം ഡി. യോഹന്നാൻ 2:24. ചോദ്യം 35.
അധ്യായവും വാക്യവും ഏത്? അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എ യോഹന്നാൻ 2:15, ബി യോഹന്നാൻ 2:5, സി യോഹന്നാൻ 2:8, ഡി യോഹന്നാൻ 2:9. ഉത്തരം ബി യോഹന്നാൻ 2:5. ഈ സെറ്റിലെ അവസാന ചോദ്യം 36, വചനം എഴുതുക. യോഹന്നാൻ 2:7. ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. തുടർന്ന് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ആദ്യത്തെ കമൻറ്റായും ലോഗോസ് ക്വിസ് വെബ്സൈറ്റ് എന്ന് കാണാം. അതിൻ്റെ താഴെ www.logosquiz2026.in എന്ന് കാണാം. അതിൽ ഒന്ന് വിരൽ കൊണ്ട് തൊടുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗോസ് ക്വിസ് 2026 എന്ന ഹോം പേജിൽ എത്തിച്ചേരും. ഇവിടെ വിശുദ്ധ യോഹന്നാൻ എന്ന് കാണുന്നിടത്ത് വിരൽ കൊണ്ട് ഒന്നുകൂടെ തൊടുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ പേജിലെത്തും. അവിടെ ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണുന്നിടത്ത് വീണ്ടും വിരൽ കൊണ്ട് ഒന്ന് തൊടുക. അവിടെ നിങ്ങൾക്ക് അധ്യായം 2 എന്ന് കാണാം. ഈ അധ്യായം 2-ൽ വീണ്ടും വിരലിൻ്റെ അറ്റം കൊണ്ട് തൊടുക. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെത്തും. ഇവിടെ സ്റ്റാർട്ടിൽ വിരൽ കൊണ്ട് തൊടുക. ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. ഇവിടെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തി. ഇനി നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ ചെയ്യാം. എത്രാം ദിവസമാണ് ഗലീലി കാനായിൽ വിവാഹ വിരുന്ന് നടന്നത്? ഉത്തരം 3-ാം ദിവസം. ഇങ്ങനെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരെ മാർക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന സബ്മിറ്റിൽ നിങ്ങൾ വിരൽ കൊണ്ട് അമർത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റഡ് എന്നും വ്യൂ റിസൾട്ട് എന്നും കാണാം. വ്യൂ റിസൾട്ടിൽ വീണ്ടും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാം. ഇവിടെ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ ശരി ഉത്തരം അറിയാൻ ഷോ ആൻസറിൽ ക്ലിക്ക് ചെയ്താൽ മതി. പ്രകാരം നിങ്ങൾക്ക് തന്നെ ഒരു സ്വരം വിലയിരുത്തൽ നടത്താവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.